ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ സോഷ്യോളജിക്കൽ തിയറി ആൻഡ് കൺസെപ്റ്റ്സ് എന്നുള്ള ആ ഒരു പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ തിയറി ആൻഡ് ഇറ്റ്സ് കോണ്ടെക്സ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഓക്കെ, അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് തിയറികളും കുറച്ച് തിയറിസ്റ്റുകളെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കോംറ്റെ, ഡെർക്കി എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനമായിട്ടും രണ്ട് ഫ്രഞ്ച് തിങ്കേഴ്സിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും രണ്ട് ജർമ്മൻ തിങ്കേഴ്സിനെയും പിന്നെ ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഹെർബർട്ട് സ്പെൻസറിനെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാനുള്ള ജർമ്മൻ സോഷ്യോളജിസ്റ്റുകൾ കാൾ മാക്സും അതുപോലെ തന്നെ മാക്സ് വെബറുമാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം കാൾ മാക്സിനെ നോക്കാം. കാൾ മാക്സിന്റെ തിയറീസ് അല്ലെങ്കിൽ കാൾ മാക്സിന്റെ പേരെങ്കിലും എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ആരായിരുന്നു കാൾ മാക്സ്? ഒരു ജർമ്മൻ എക്കണോമിസ്റ്റും അതേപോലെ തന്നെ ഒരു തിങ്കറും ഒക്കെ ആയിരുന്നു. അതായത് എക്കണോമിക്സിലും അതായത് പൊളിറ്റിക്സിലും സോഷ്യോളജിയിലും ഒക്കെ അദ്ദേഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അദ്ദേഹം ഒരു ജർമ്മൻ തിങ്കർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐഡിയോളജി ആയിരുന്നു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. അതിന്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വൈരുദ്ധ്യാത്മക വിഘടനവാദം എന്നൊക്കെയാണ് അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള ഹെഗലിന്റെ ഡയലക്റ്റിക് ആൻഡ് ഐഡിയലിസം എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റുകൾ, അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് കാൾ മാക്സ് ഈ ഒരു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഐഡിയോളജിക്ക് രൂപം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഹെഗലിന്റെ ഡയലക്റ്റിക് ആൻഡ് ഐഡിയലിസം? ഈ രണ്ട് കൺസെപ്റ്റുകൾ എന്താന്നുള്ളത് നമ്മൾ ഫസ്റ്റ് നോക്കണം. ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഡയലക്റ്റിക് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഹെഗൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു കാര്യത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റുകളെയും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയാസിനെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരു ആർഗ്യുമെന്റിന് ഒരു പെർട്ടിക്കുലർ ആർഗ്യുമെന്റ്, ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പെർട്ടിക്കുലർ ആർഗ്യുമെന്റ് ഉണ്ടാവും. അതിനെ അദ്ദേഹം എന്താണ് തീസിസ് എന്നാണ് വിളിച്ചത്. ആ ഒരു തീസിസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഐഡിയാസ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിനെ അദ്ദേഹം ആന്റി തീസിസ് എന്ന് വിളിച്ചു. അപ്പൊ ഈ ഒരു തീസിസും ആന്റി തീസിസും രണ്ടും കൂടി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് രണ്ടിലെയും പോയിന്റ്സും കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് പുതിയൊരു തീസിസ് ഉണ്ടാവും. അതിനെ സിന്തസിസ് എന്ന് വിളിച്ചു. ഇങ്ങനെയുള്ള, അതായത് നമ്മൾ ഒരു കാര്യത്തെ നോക്കി കാണുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു രീതിയാണ് ഈ ഒരു ഡയലക്റ്റിക്കൽ എന്ന് പറയുന്ന ആ ഒരു ഹെഗലിന്റെ ഡയലക്റ്റിക്കൽ അപ്രോച്ച്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അദ്ദേഹത്തിന്റെ ഐഡിയലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മൈൻഡിന് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള സൈഡിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. മൈൻഡ് അല്ലെങ്കിൽ ഐഡിയ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്, മോർ ദാൻ മെറ്റീരിയൽ ആസ്പെക്ട്. മെറ്റീരിയൽ ആസ്പെക്റ്റിനെക്കാട്ടിലും നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ചിട്ടോ ഹ്യൂമൻ സൊസൈറ്റിനെ കുറിച്ചിട്ടോ പഠിക്കുമ്പോൾ നമ്മൾ മെറ്റീരിയൽ വേൾഡിനേക്കാൾ അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകളേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് സ്പിരിച്വൽ അല്ലെങ്കിൽ മെന്റൽ ആസ്പെക്റ്റുകൾക്കായിരിക്കണം. അതായത് ഐഡിയക്കായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്, റാദർ ദാൻ മെറ്റീരിയൽ ഒബ്ജക്ട്സ്. മെറ്റീരിയൽ ഒബ്ജക്ട്സുകളേക്കാൾ നമ്മൾ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിനായിരിക്കണം എന്നുള്ളതാണ് ഹെഗലിന്റെ ഐഡിയലിസം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഈ ഒരു ഡയലക്റ്റിക് അതുപോലെ തന്നെ ഐഡിയലിസം എന്നുള്ള രണ്ട് കൺസെപ്റ്റുകളിൽ ഇൻസ്പയർ ആയിക്കൊണ്ട് കാൾ മാക്സ് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. അദ്ദേഹത്തിന്റെ ഐഡിയോളജിയാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. ഓക്കെ,
മാത്സ് പറയുന്നത് ഐഡിയക്കല്ല ഇമ്പോർട്ടന്റ് നൽകേണ്ടത്, മെറ്റീരിയൽ ഒബ്ജക്ട്സിന് അല്ലെങ്കിൽ മെറ്റീരിയൽ വേൾഡിനാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകേണ്ടത്. ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തിനെ കുറിച്ച് ആയിക്കോട്ടെ, നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ ആസ്പെക്റ്റിനായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് എന്നുള്ള ഒരു ഓപ്പോസിറ്റ് ആശയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹെഗല് ഐഡിയലിസത്തിന് ഇമ്പോർട്ടൻസ് നൽകിയപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഹെഗല് മെറ്റീരിയലിസത്തിന് അല്ലെങ്കിൽ മെറ്റീരിയൽ ഒബ്ജക്റ്റിന്, മെറ്റീരിയൽ ആസ്പെക്ട്സ് ഓഫ് ദി വേൾഡിന് ഇമ്പോർട്ടൻസ് നൽകിയില്ല. എന്നാൽ കാൾ മാർക്സ് ഇമ്പോർട്ടൻസ് നൽകുന്നത് ഐഡിയൽ ആസ്പെക്റ്റിനേക്കാൾ മെറ്റീരിയൽ ആസ്പെക്റ്റിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഓക്കെ, നിങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി. ഇനി ഞാൻ ഈ ഒരു പോയിന്റ് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. ഡയലക്റ്റിക് ഇറ്റ് സെൽഫ് പ്രൊവൈഡ്സ് എ വ്യൂ ഓഫ് ദ വേൾഡ് ആസ് വെൽ ആസ് ആൻ ഇമേജ് ഓഫ് ദ വേൾഡ്. അതായത് ഡയലക്റ്റിക് എന്നുള്ള അല്ലെങ്കിൽ ഹെഗലിന്റെ ഐഡിയലിസം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആ ഒരു വേൾഡിന്റെ ഒരു ഐഡിയൽ ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയൽ വ്യൂ നമുക്ക് നൽകും. അതായത് വേൾഡ് എങ്ങനെയായിരിക്കണം, എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, ഒരു മെറ്റീരിയൽ കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ ഒരു ഐഡിയൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിരിക്കും ഈ ഒരു ഐഡിയലിസം എന്നുള്ള ആ ഒരു വാദം വെച്ചിട്ട് നമ്മൾ ലോകത്തെ പഠിക്കുമ്പോൾ അത് നമുക്ക് തരുന്നത് അങ്ങനെയുള്ള ഒരു ഇമേജ് ആയിരിക്കും. ഓക്കെ, dialectic stresses the great importance of processes including those of conflict. കാൾ മാക്സിനെ പോലെയുള്ള തിങ്കേഴ്സിന്റെ ഒരു പ്രത്യേകത എന്താണ്? കോംറ്റയിൽ നിന്നും ഡെർക്കിമിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ ആ ഒരു ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ് മാത്രം നോക്കുക അല്ലെങ്കിൽ അതിനെ മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നതിലപ്പുറത്തേക്ക് കാൾ മാക്സ് സൊസൈറ്റിയുടെ ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ള ആ ഒരു ഏതൊരു സൊസൈറ്റി ആയിക്കോട്ടെ അതിൽ പലതരത്തിലുള്ള കോൺഫ്ലിക്ട്സുകളും പലതരത്തിലുള്ള പ്രോബ്ലംസും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതിനെ കൂടി നമ്മൾ പഠിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് നമ്മുടെ കാൾ മാക്സ്. അതായത് കോംറ്റയും ഡെർക്കിയും ഒക്കെ പറയുന്നത് എന്താണ്? കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു ആസ് എ പാർട്ട് ഓഫ് സോഷ്യൽ അനാർക്കിയാണ്, അരാജകത്വമാണ്. അത് ഒരിക്കലും സൊസൈറ്റിക്ക് നല്ലതല്ല എന്നുള്ള രീതിയിലാണ് കോംറ്റയും ഡെർക്കിയും ഒക്കെ പരിചയപ്പെടുത്തിയത്. എന്നാൽ കാൾ മാക്സ് പറയുന്നത് നമ്മൾ ഏതൊരു സൊസൈറ്റിയിലും ഏതൊരു ഗ്രൂപ്പിന്റെയും ഇടയ്ക്കുണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകൾ ആ ഒരു സൊസൈറ്റിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് കൊണ്ടുവരും. അതായത് ഒരു സൊസൈറ്റിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി എന്ന് വെച്ചിട്ട് അത് ആ ഒരു സൊസൈറ്റിയുടെ എൻറ്റയർ നാശം അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ അല്ല ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത്. അതിന് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് സൊസൈറ്റിയിൽ ഈ ത്രൂ കോൺഫ്ലിക്റ്റ് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള രീതിയിൽ അദ്ദേഹം കോൺഫ്ലിക്റ്റിനെ നോക്കിക്കാണുകയും അങ്ങനെ കോൺഫ്ലിക്റ്റ്, അതായത് ഏതൊരു സൊസൈറ്റിയിലും കോൺഫ്ലിക്റ്റ് എന്നുള്ള ആ ഒരു പ്രോസസ്, കോൺഫ്ലിക്റ്റ് പറഞ്ഞാൽ നമുക്കറിയാം സംഘട്ടനം, അതായത് തർക്കങ്ങൾ, അതായത് ഒരു സൊസൈറ്റിയിൽ പല ഗ്രൂപ്പുകൾ ഉണ്ടാവും. ആ ഗ്രൂപ്പുകൾ തമ്മിൽ അല്ലെങ്കിൽ പല ക്ലാസ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും. അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, അവർ തമ്മിലുള്ള തർക്കങ്ങൾ ആ ഒരു സൊസൈറ്റിയിൽ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ആ ഒരു കോൺഫ്ലിക്റ്റിലൂടെ ഒരു സൊസൈറ്റിയിൽ കൊണ്ടുവരാന് ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾക്ക് കഴിയും എന്നുള്ളതാണ് കാൾ മാക്സ് വിശ്വസിച്ചത്. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ക്യാപിറ്റലിസ്റ്റുകളും വർക്കിംഗ് ക്ലാസ്സും ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട രണ്ട് ക്ലാസ്സുകളെ, ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലുള്ള വർക്കേഴ്സും അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റുകളും, ഈ ഒരു രണ്ട് പ്രധാനപ്പെട്ട ക്ലാസ് ഓഫ് പീപ്പിളിനെ കുറിച്ച് കാൾ മാക്സ് പഠിക്കുകയും ആ ഒരു രണ്ട് ഗ്രൂപ്പുകൾക്കിടയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ആ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഒരു റെവല്യൂഷൻ തന്നെ കൊണ്ടുവരുമെന്നും ആ ഒരു റെവല്യൂഷൻ ആ ഒരു സൊസൈറ്റിയിലെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചാണ് കൊണ്ടുവരിക എന്നുള്ളതും, അത് ക്യാപിറ്റലിസ്റ്റുകൾ നമുക്കറിയാം ഒരുപാട് രീതിയിൽ വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ എല്ലാ തരത്തിലുള്ള പ്രിവിലേജസും അനുഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു റെവല്യൂഷൻ, അതായത് ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പും വർക്കിംഗ് ഗ്രൂപ്പും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് സൊസൈറ്റിയിൽ ഒരു തരത്തിലുള്ള റെവല്യൂഷൻ കൊണ്ടുവരും. അങ്ങനെയുള്ള ആ റെവല്യൂഷനിലൂടെ ഈ ഒരു വർക്കിംഗ് ക്ലാസിന്റെ ഒരു
മോചനം, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും ആ ഒരു എല്ലാ തരത്തിലുള്ള പീഡനങ്ങളിൽ നിന്നുള്ള ഒരു മോചനം ഈ ഒരു റവല്യൂഷൻ വഴി കൊണ്ടുവരും. അങ്ങനെ വർക്കിംഗ് ക്ലാസിന്റെ ഒരു ഇത്തരത്തിലുള്ള ചൂഷണാത്മകമായ സിറ്റുവേഷനിൽ നിന്നും വർക്കിംഗ് ക്ലാസ്സിന് എന്നേക്കുമായിട്ട് ഈ ഒരു റവല്യൂഷൻ വഴി ഒരു മോചനം ലഭിക്കും എന്നുള്ള ഒരു ഐഡിയ ആണ് കമ്മ്യൂണിസം എന്നുള്ള ഒരു ഐഡിയയിലൂടെ കാൾ മാർക്സ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെ പഠിക്കുന്ന സമയത്ത് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ പ്രോസസ്സിനെയാണ് കാൾ മാർക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹെഗലിന്റെ ഐഡിയലിസം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് മെറ്റീരിയലിസം എന്ന് നമ്മൾ പറഞ്ഞു. കാൾ മാർക്സ് ഇമ്പോർട്ടൻസ് നൽകിയത് മെറ്റീരിയലിസം എന്നുള്ള കൺസെപ്റ്റിനാണ്. അതായത് അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചത് മെറ്റീരിയൽ വേൾഡിനെ കുറിച്ചാണ്, അല്ലാതെ മൈൻഡിനെ കുറിച്ചിട്ടും ഐഡിയാസിനെ കുറിച്ചിട്ടും സ്പിരിച്വൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ വേൾഡിനെ കുറിച്ചിട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ മെറ്റീരിയൽ വേൾഡിനെ കുറിച്ചിട്ട് പഠിക്കാനാണ് കാൾ മാർക്സ് ശ്രമിച്ചത്. ഓക്കെ, എന്നാൽ ഹെഗലിന്റെ ഐഡിയലിസം സ്ട്രെസ്ഡ് ദ മൈൻഡ് ആൻഡ് ഐഡിയാസ്. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു ഹെഗലിന്റെ ഐഡിയലിസവും കാൾ മാർക്സിന്റെ മെറ്റീരിയലിസവും എങ്ങനെയാണ് ഡിഫറൻസിയേഷൻ അതിന്റെ വരുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോ കാൾ മാർക്സ് നമ്മൾ പറഞ്ഞു, കാൾ മാർക്സ് ക്യാപിറ്റലിസം എന്നുള്ള ആ ഒരു ചൂഷണാത്മകമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലെ ക്യാപിറ്റലിസം എന്നുള്ള ആ ഒരു സിസ്റ്റം, ആ ഒരു ക്യാപിറ്റലിസം എന്നുള്ള ആ ഒരു സിസ്റ്റത്തിൽ വർക്കിംഗ് ക്ലാസ് എപ്പോഴും പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനുകൾക്ക് വിധേയമായിക്കൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കാൾ മാർക്സ് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലിസത്തിനെ ഒരു പ്രോബ്ലമായിട്ട്, അതായത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലെ ഒരു പ്രോബ്ലമായിട്ടാണ് ക്യാപിറ്റലിസം എന്നുള്ള ആ ഒരു സിസ്റ്റത്തെ, അതിലുള്ള ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള ആ ഒരു ഫീച്ചർ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ക്യാപിറ്റലിസം അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലുള്ള ആ ഒരു പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു? ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന പ്രോബ്ലംസ് അലീനേഷൻ, പോളറൈസേഷൻ എന്നുള്ള തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇഷ്യൂസിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു റെവല്യൂഷൻ, ഒരു വിപ്ലവം വരണം. അങ്ങനെയുള്ള ഒരു വിപ്ലവത്തിലൂടെ വർക്കിംഗ് ക്ലാസ്സിന് ഈ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നിന്നും ഒരു മോചനം ലഭിക്കും എന്നുള്ളതാണ് കാൾ മാർക്സ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ആൻഡ് ഫോർ മാർക്സ് revolution by the proletariat was the answer to this evil. അതായത് ഞാൻ പറഞ്ഞു പ്രോലറ്റേറിയറ്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്ലാസ് ആണ്. ഈ ഒരു വർക്കിംഗ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുവരുന്ന റെവല്യൂഷൻ വഴി ക്യാപിറ്റലിസത്തിന്റെ ഈവിൾ ആസ്പെക്ട്സുകളായിട്ടുള്ള അലീനേഷൻ, പോളറൈസേഷൻ, ഇതിനൊക്കെ ഒരു അപ്പുറത്തേക്ക് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു പുതിയൊരു സൊസൈറ്റി, പുതിയൊരു വേൾഡ് ഈ റെവല്യൂഷനിലൂടെ സാധ്യമാവുന്നുള്ളതാണ് കാൾ മാർക്സ് വിശ്വസിക്കുന്നത്. ഓക്കെ, അലീനേഷൻ, പോളറൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ആ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ആ ഒരു നാച്ചറിലൂടെ, അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റുകളുടെ ആ ഒരു മർദ്ദനപരമായിട്ടുള്ള ഭരണത്തിലൂടെ, അല്ലെങ്കിൽ വർക്കേഴ്സിനെ കൊണ്ട് അമിതമായിട്ട് പണിയെടുപ്പിച്ച് അവരെ ചൂഷണം ചെയ്ത് ഉണ്ടാകുന്ന ആ ഒരു അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വർക്കിംഗ് ക്ലാസ്സിന് വന്നു ചേരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഓഫ് അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ, അതുപോലെ തന്നെ അവരുടെ ആ ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു അരാജകത്വം, ഇതിനൊക്കെയാണ് അലീനേഷൻ എന്ന് വിളിച്ചത്. പോളറൈസേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടെ മെയിൻ ആയിട്ടും രണ്ട് ക്ലാസ് ഓഫ് പീപ്പിളിനെയാണ് നമുക്ക് കാണാൻ കഴിയാം. അതായത് ക്യാപിറ്റലിസ്റ്റുകളും പ്രോലറ്റേറിയറ്റും. അതായത് ഈ നമുക്ക് പോളാറായിട്ട് നമുക്കിതിനെ, രണ്ട് പോൾസ് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ധ്രുവങ്ങളാണ് അല്ലെ. ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സും വർക്കിംഗ് ക്ലാസ്സും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകൾ. ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ, അതിനെയാണ് പോളറൈസേഷൻ എന്ന് കാൾ മാർക്സ് വിളിച്ചത്. ഓക്കെ,
അപ്പോൾ കാൾ മാക്സ് അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ പറഞ്ഞു വെക്കുന്ന ഒരു ഐഡിയ ആണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. അതായത് ഈ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ക്യാപിറ്റലിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്? അവർ വർക്കേഴ്സിനെ കൊണ്ട് എക്സ്ട്രാ പണിയെടുപ്പിക്കുകയാണ്. അതായത് എക്സ്ട്രാ സമയം പണിയെടുപ്പിക്കുകയും എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള, അതായത് എക്സ്ട്രാ പണിയെടുക്കുന്നതിനുള്ള ഒരു എക്സ്ട്രാ ഇൻകമോ എക്സ്ട്രാ വേജോ ഒന്നും ഈ ക്യാപിറ്റലിസ്റ്റ് ഒരിക്കലും വർക്കിംഗ് ഗ്രൂപ്പിന് നൽകില്ല. എക്സ്ട്രാ പണിയെടുപ്പിക്കുകയും ചെയ്യും, എന്നിട്ട് കുറഞ്ഞ രീതിയിലുള്ള വേജ് മാത്രമേ ഈ ഒരു വർക്കിംഗ് ക്ലാസ്സിന് നൽകുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്താണ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ സംഭവിക്കുക? അതായത് എക്സ്ട്രാ ടൈമും എക്സ്ട്രാ എനർജിയും ഒക്കെ ഉപയോഗിച്ച് വർക്കിംഗ് ക്ലാസ് എക്സ്ട്രാ സാധനങ്ങൾ, എക്സ്ട്രാ മെറ്റീരിയൽസ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു എക്സ്ട്രാ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു മെറ്റീരിയൽസ് വിറ്റ് അത് സെയിൽ ചെയ്തിട്ട് അതിന്റെ ഒരു പ്രോഫിറ്റ്, അങ്ങനെയാണ് ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിന് അങ്ങനെയാണ് ഈ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടുന്നത്. അതായത് എക്സ്ട്രാ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുകയും അവർക്ക് ആ ഒരു എക്സ്ട്രാ പണിയെടുക്കുന്നതിനുള്ള ഇൻകം നൽകാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ എന്താണ് ആ ഒരു സർപ്ലസ് ആയിട്ട് വരുന്ന ആ ഒരു പ്രൊഡക്ട്സിന്റെ ആ ഒരു വാല്യൂ, അതിനെ അദ്ദേഹം സർപ്ലസ് വാല്യൂ എന്നാണ് വിളിച്ചത്. അതായത് എക്സ്ട്രാ പ്രൊഡക്ഷനിലൂടെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതായിരുന്നു ക്യാപിറ്റലിസത്തിന്റെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം, അല്ലെങ്കിൽ ആ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അവർ ഇങ്ങനെയായിരുന്നു. അപ്പൊ ഈ ഒരു സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു രീതിയായിരുന്നു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നതും, അതേപോലെ തന്നെ മെയിൻ ബേസിസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നതും ഈ ഒരു സർപ്ലസ് വാല്യൂ ആയിരുന്നു. സർപ്ലസ് വാല്യൂ എന്ന് ഞാൻ പറഞ്ഞു, അതായത് എക്സ്ട്രാ വരുന്ന പ്രൊഡക്ഷൻ ഇല്ലേ, അതായത് എക്സ്ട്രാ സമയം പണിയെടുപ്പിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സാധനത്തിന്റെ വാല്യൂ, അതായത് കുറഞ്ഞ ഇൻകം തൊഴിലാളിക്ക് നൽകുകയും എക്സ്ട്രാ സമയം പണിയെടുപ്പിക്കുകയും ചെയ്ത് ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോഫിറ്റ്, ഓക്കെ, അതായിരുന്നു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പോളറൈസേഷൻ ഓഫ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഏതൊക്കെയാണ് രണ്ട് ക്ലാസ്സുകൾ, ബൂർഷ്വാസിയും പ്രോലറ്റേറിയറ്റും. ഓക്കെ, ബൂർഷ്വാസി എന്ന് പറയുമ്പോൾ ആരാണ്? ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്. പ്രോലറ്റേറിയറ്റ് എന്ന് പറയുമ്പോൾ അവരാണ് വർക്കിംഗ് ക്ലാസ്. ഓക്കെ, അപ്പോ കാൾ മാർക്സ് പറയുന്നത് എന്താണ്? ഈ രണ്ട് സെപ്പറേറ്റ് ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു ഘട്ടം വരുമ്പോൾ, അതായത് കുറേ കാലം ഇവരിങ്ങനെ ഫാക്ടറിയിൽ അടിമകളെ പോലെ വർക്കിംഗ് ക്ലാസ് പണിയെടുക്കുമ്പോൾ അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തും. അതായത് കുറെ കഴിയുമ്പോൾ അവരൊരു ഈ ഒരു വർക്കിംഗ് ക്ലാസ് ഒരു റിയലൈസേഷനിലെത്തും. എന്ത് റിയലൈസേഷനിലാണ് അവരെത്തുക? അതായത് നമ്മളിവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയാണ് എന്നുള്ള ആ ഒരു റിയലൈസേഷനിൽ ഈ ഒരു വർക്കിംഗ് ക്ലാസ് എത്തുന്ന സമയത്ത്, ആ ഒരു കോൺഷ്യസിലേക്ക് വർക്കിംഗ് ക്ലാസ് എത്തുന്ന സമയത്ത് ആ ഒരു വർക്കിംഗ് ക്ലാസ്സിലെ ആ ഒരു ഗ്രൂപ്പിൽ പെടുന്ന എല്ലാവരും ഒരുമിച്ചിട്ട് ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പിനെതിരെ ഒരു റവല്യൂഷനുമായിട്ട് മുന്നോട്ട് വരും ഇവര്. അങ്ങനെയുള്ള ആ ഒരു റവല്യൂഷൻ എന്താണ്? ഒരു കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് എന്നുള്ള ഒരു സാധനം, ഒരു കാര്യം സൊസൈറ്റിയിൽ സാധ്യമാക്കും. അതായത് thereafter a period of social harmony would begin in which there was a societal or community ownership of the means of production. അതായത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലുള്ള മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഒരു ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഫാക്ടറി ആയിക്കോട്ടെ, ഇനിയിപ്പോ വർക്കേഴ്സിന്റെ ലേബർ ആയിക്കോട്ടെ, ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഇതൊക്കെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഈ ഒരു മീൻസ് ഓഫ് പ്രൊഡക്ഷന്റെ കംപ്ലീറ്റ് കൺട്രോളും ആരുടെ കയ്യിലായിരിക്കും? ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ കൺട്രോളിലായിരിക്കും. അപ്പൊ അതെന്താണ്? ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ് അല്ലെ? ഈ ഒരു മീൻസ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ് ഉള്ളത്. അതായത് ഒരു ഗ്രൂപ്പിന്റെ കയ്യിൽ മാത്രമാണല്ലോ, ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ കയ്യിലാണ് ഈ ഒരു എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷനും കിടക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നും ഒരു സൊസൈറ്റൽ ഒരു കമ്മ്യൂണിറ്റി ഓണർഷിപ്പിലേക്ക് സൊസൈറ്റി മാറുന്ന സമയത്ത് എങ്ങനെയാണ് ആ മാറ്റം സംഭവിക്കുക? ആ ഒരു മാറ്റം ഒരു റവല്യൂഷനിലൂടെ മാത്രമേ സാധ്യമാവൂ എന്നുള്ളതാണ് ആര് പറയുന്നത്? കാൾ മാക്സ് പറയുന്നത്. അങ്ങനെ സൊസൈറ്റി ഒരു പ്രൈവറ്റ് ഓണർഷിപ്പിൽ നിന്നും ഒരു സൊസൈറ്റൽ ഒരു കമ്മ്യൂണിറ്റി ഓണർഷിപ്പ്, അതായത് സൊസൈറ്റിയിലുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു മീൻസ് ഓഫ് പ്രൊഡക്ഷനിൽ ഈക്വൽ ഓണർഷിപ്പ് ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് എന്ന് പറയാം. ഈ ഒരു കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് ആ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ വരുന്നുവോ അന്നാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു ആശയം സൊസൈറ്റിയിൽ സാധ്യമാവുക. അങ്ങനെയാണ് അത് വർക്കാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് വരുന്ന സമയത്ത് ആ ഒരു ഹാവ്സും ഹാവ് നോട്ട്സും, ഹാവ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ക്യാപിറ്റലിസ്റ്റുകളെ. ഹാവ് നോട്ട്സ് എന്ന് പറയുമ്പോൾ വർക്കിംഗ് ക്ലാസ്. അതായത് അവര് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു അന്തരം മാറുകയും ആ ഒരു വർക്കിംഗ് ക്ലാസിന്റെ എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ചൂഷണാത്മകമായിട്ടുള്ള ആ ഒരു സോഷ്യൽ സിറ്റുവേഷൻ എന്നേക്കുമായിട്ട് അവസാനിക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് കമ്മ്യൂണിസം എന്നുള്ള കാൾ മാക്സിന്റെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, a revolution would by itself remove the alienation and other negative aspects of the capitalist social formation. അതായത് ഒരു റെവല്യൂഷനിലൂടെ മാത്രമേ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ വർക്കിംഗ് ക്ലാസ് അനുഭവിക്കുന്ന എക്സ്പ്ലോയിറ്റേഷനിലും അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന മറ്റ് എല്ലാ നെഗറ്റീവ് ആസ്പെക്ട്സിനും ഒരു അന്ത്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് വരിക എന്നുള്ളത് ഒരു റെവല്യൂഷനിലൂടെ മാത്രമേ സാധ്യമാവൂ എന്നുള്ളതാണ് കാൾ മാക്സ് അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഈ ഒരു പിക്ചറിലോട്ട് നോക്കൂ. ഇവിടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബൂർഷ്വാസി എന്നുള്ള ആ ഒരു ഗ്രൂപ്പിന്റെ കയ്യിലാണ് എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷന്റെ കൺട്രോളും ഓണർഷിപ്പും എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പ്രോലറ്റേറിയറ്റിന്റെ കയ്യിൽ എന്താണ് ഉള്ളത്? വെറും ലേബർ പവർ മാത്രമാണ്. അവരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഉൽപാദനത്തിൽ, ഒരു ഫാക്ടറിയിൽ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഫാക്ടറി, റോ മെറ്റീരിയൽസ്, അതേപോലെ തന്നെ ലേബർ, ഇതൊക്കെ ഈ ഒരു മീൻസ് ഓഫ് പ്രൊഡക്ഷനിൽ വരും, ക്യാപിറ്റൽ, ഇതൊക്കെ. ഓക്കെ, പിന്നെ ലേബർ പവർ എന്ന് പറയുന്ന ആ ഒരു കാര്യം മാത്രമാണ് ആരുടെ കൺട്രോളിൽ വരുന്നത്? പ്രോലറ്റേറിയറ്റിന്റെ കൺട്രോളിൽ വരുന്നത്. ഓക്കെ, ആ ഒരു ലേബർ പവറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബൂർഷ്വാസി എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ഇവിടെ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. എക്സ്ട്രാ സമയം ഈ ഒരു വർക്കേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിച്ച് അങ്ങനെയാണ് ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു റെവല്യൂഷൻ വരിക എന്നതുകൊണ്ട് കാൾ മാക്സ് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ചാർലി ചാപ്ലിന്റെ ആ ഒരു മോഡേൺ ടൈംസ് എന്ന് പറഞ്ഞ ഫിലിമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ കാലം വർക്കേഴ്സ് അടിമകളെ പോലെ പണിയെടുക്കും. എന്നിട്ട് അവര് ഒരു ഘട്ടം എത്തുന്ന സമയത്ത് അവര് റിയലൈസ് ചെയ്യാണ്, അതായത് തങ്ങള് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയാണ് എന്നുള്ള ആ ഒരു കോൺഷ്യസ്നെസ് വർക്കേഴ്സിന്റെ ഇടയിൽ വരുന്ന സമയത്ത് അവര് സമരത്തിനിറങ്ങും. നമ്മൾ അതിൽ കാണുന്നുണ്ടല്ലേ, അവര് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങും. ആ ഒരു സമയത്ത് ഒരു പ്രൊഡക്ഷൻ നടക്കാതെ വരികയാണ്. അതായത് ലേബർ പവർ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ അപ്പോൾ വരുന്നില്ല. അതായത് ആളുകള് പണിയെടുക്കുന്നില്ല, വർക്കേഴ്സ് പണിയെടുക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ഈ ഒരു ലേബർ പവർ എന്നുള്ള ആ ഒരു സാധനം നിന്ന് കഴിഞ്ഞാല് ആ ഒരു പ്രൊഡക്ഷൻ നിൽക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് നിൽക്കും. അപ്പൊ പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വർക്കേഴ്സ് സംഘടനത്തിന് ഇറങ്ങാണ്. ഇതിനെയാണ് റെവല്യൂഷൻ എന്നതുകൊണ്ട് കാൾ മാക്സ് ഉദ്ദേശിച്ചത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെബർ എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റിനെയാണ്. അദ്ദേഹത്തിന്റെ ഐഡിയാസ് നോക്കാം. വെബേറിയൻ ഐഡിയോളജി. മാക്സ് വെബർ ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹം കാൾ മാക്സിന്റെ കുറെ ഐഡിയാസ് മാക്സ് വെബറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തിയറീസ് മാക്സ് വെബറിന്റെ തിയറികളിൽ മാക്സിന്റെ
തിയറീസിൽ നിന്നും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കാൾ മാക്സിന്റെ തിയറികൾക്ക് ഒരു കൗണ്ടർ പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് റെഫറൻസ് ആയിട്ടാണ് ഈ ഒരു വെബേറിയൻ തിയറീസ്, വെബേറിയൻ ഐഡിയോളജി വന്നത് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. വെബർ കാൾ മാക്സിനെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മൾ കാൾ മാക്സിന്റെ തിയറീസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം സൊസൈറ്റിയിലുള്ള എക്കോണമി എന്നുള്ള ഒരൊറ്റ ആസ്പെക്റ്റിനെ എടുത്തുകൊണ്ടാണ് കാൾ മാക്സ് അധികം അദ്ദേഹത്തിന്റെ തിയറീസും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റ് ആസ്പെക്റ്റുകൾക്കൊന്നും തന്നെ അദ്ദേഹം അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻസ് നൽകിയിട്ടില്ല. എക്കോണമി എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിനെ മാത്രമാണ് അദ്ദേഹം എടുത്ത് പഠിച്ചതും അതിന് മാത്രമാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് നൽകിയത്. സൊസൈറ്റിയിൽ നമുക്കറിയാം എക്കോണമി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് മാത്രമല്ല, വേറെയും ഒരുപാട് ഫാക്ടേഴ്സ് കൂടിച്ചേർന്നതാണ് ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ. അപ്പോ വെബർ പറയുന്നത് എന്താണ്, സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരുപാട് സെവറൽ ഫാക്ടേഴ്സ് ഓർ കോസസ് വിച്ച് ആർ അറ്റ് വർക്ക് സൈമിൾട്ടേനിയസ്ലി, അതായത് സൈമിൾട്ടേനിയസ്ലി ഒരുപാട് ഫാക്ടേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എക്കോണമി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ പോരാ, നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫാക്ടേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്തിട്ട് വേണം നമ്മളൊരു സൊസൈറ്റിയെ പഠിക്കാൻ എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു വെബർ. Okay, Weber was especially concerned with the effect of religion's ideas on economic development. അതായത് സൊസൈറ്റിയുടെ എക്കോണമിയെ കുറിച്ചിട്ട് മാക്സിനെ പോലെ തന്നെ വെബറും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മാക്സ് വെബർ ആ ഒരു എക്കോണമി എന്നുള്ള ഒരൊറ്റ ആസ്പെക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒരു എന്താണ് സൊസൈറ്റിയിലുള്ള മറ്റ് ആസ്പെക്റ്റ് ആയിട്ടുള്ള റിലീജിയൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിനെ കൂടി അദ്ദേഹം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊട്ടസ്റ്റാന്റിസം എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയിലെ ഒരു വിഭാഗമാണ് പ്രൊട്ടസ്റ്റൻസും കത്തോലിക്സും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളായിരുന്നു. അതിൽ പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന്റെ ഇടയിൽ കുറച്ചധികം ക്യാപിറ്റൽ അല്ലെങ്കിൽ അവര് ഒരു എന്താണ് പണം സമ്പാദിക്കുന്നതിന് കുറച്ചധികം ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ആര്, പ്രൊട്ടസ്റ്റൻസ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു പ്രൊട്ടസ്റ്റാന്റിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ റിലീജിയൻ എങ്ങനെയാണ് അവരുടെ ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പെർട്ടിക്കുലർ റിലീജിയൻ ആ ഒരു പെർട്ടിക്കുലർ റിലീജിയസ് ഗ്രൂപ്പിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിന് എത്രത്തോളം ആ ഒരു റിലീജിയന്റെ എത്തിക്സ് എത്രത്തോളം ഉപകാരപ്രദമായി എന്നുള്ളത് വെബർ അദ്ദേഹത്തിന്റെ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഹിന്ദുയിസം പോലെയുള്ള റിലീജിയൻസും അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹിന്ദുയിസത്തിൽ അത്രത്തോളം തന്നെ ആ ഒരു എക്കോണമി അല്ലെങ്കിൽ ഹിന്ദുയിസത്തിലെ ഐഡിയാസ് ആ ഒരു ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിന് അത്രയൊന്നും തന്നെ റോളില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അതിനെ കുറിച്ചിട്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. ഈ ഒരു പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിന്റെ ആ ഒരു സൊസൈറ്റിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം പഠിച്ചത്. പഠിക്കാനുള്ള കാരണം ആ ഒരു പർട്ടിക്കുലർ സൊസൈറ്റി വളരെയധികം എക്കണോമിക്കലി സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, അതായത് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ആ ഒരു റിലീജിയസ് ഐഡിയാസും എത്തിക്സും വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി. അങ്ങനെയാണ് അദ്ദേഹം അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് അദ്ദേഹം ഈ ഒരു റിലീജിയന്റെ എഫക്ട്സ് എക്കണോമിക് ഡെവലപ്മെന്റിൽ എങ്ങനെയാണ് ഈ ഒരു റിലീജിയന്റെ എത്തിക്സ് എഫക്ട് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചത്. ഓക്കെ, നമ്മൾ പറഞ്ഞു എക്കോണമീനെ മാത്രമല്ല സൊസൈറ്റിയിലുള്ള മറ്റ് ആസ്പെക്റ്റുകളും പഠിക്കണം ഒരു സൊസൈറ്റിയെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു വെബർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ റിലീജിയസ് ആസ്പെക്ട്സ് നേരത്തെ എങ്ങനെയാണ് വെബർ പഠിച്ചത് എന്ന് നമ്മൾ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സൊസൈറ്റിയുടെ പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആസ്പെക്റ്റിനെ എങ്ങനെയാണ് വെബർ നോക്കിക്കണ്ടത് എന്നുള്ളതായിരുന്നു. വെബറിന്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റ് ആയിരുന്നു റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. വെബർ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ ദ പ്രോസസ് ഓഫ് റാഷണലൈസേഷൻ ലെഡ് ടു എക്കണോമിക് ഡെവലപ്മെന്റ്. ഓക്കെ, ഒരു സൊസൈറ്റിയുടെ എക്കണോമിക് ഡെവലപ്മെന്റിൽ ആ ഒരു സൊസൈറ്റിയുടെ റാഷണലൈസേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം നോക്കിയിട്ടുണ്ടായിരുന്നു. റാഷണലൈസേഷൻ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ മോഡേൺ സൊസൈറ്റികളിൽ ഇപ്പൊ കാണപ്പെടുന്ന റാഷണൽ ലീഗൽ അതോറിറ്റീസ് ഇല്ലേ, അതായത് ബ്യൂറോക്രസി, പാർലമെന്റ് പോലെയുള്ള സംവിധാനങ്ങൾ, അതേപോലെ തന്നെ മറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിലേറ്റഡ് ടു നമ്മുടെ എന്താണ് ഇപ്പൊ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലായിക്കോട്ടെ, മോഡേൺ സൊസൈറ്റിയിൽ കാണുന്ന ആ ഒരു പാർലമെന്ററി സംവിധാനമൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് അദ്ദേഹം ബ്യൂറോക്രസി എന്ന് വിളിച്ചത്. ആ ഒരു റാഷണൽ ലീഗൽ സിസ്റ്റത്തെ അതിനെ കൂടി വെബർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലാർജ് ബ്യൂറോക്രസീസും മോഡേൺ സൊസൈറ്റിയിലുള്ള മറ്റു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതൊക്കെ കൂടി ഉൾക്കൊള്ളുന്ന ആ ഒരു പ്രോസസ്സിനെ അദ്ദേഹം റാഷണലൈസേഷൻ എന്നാണ് വിളിച്ചത്. ആ ഒരു റാഷണലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് എങ്ങനെയാണ് ആ ഒരു സൊസൈറ്റിയുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ മറ്റൊരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പഠിച്ച മറ്റൊരു കാര്യമായിരുന്നു അത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇങ്ങനെയുള്ള മോഡേൺ സൊസൈറ്റിയിലുള്ള ഇൻഡിവിജ്വലിനെ അദ്ദേഹം സോഷ്യൽ ആക്ടർ എന്നാണ് വിളിച്ചത്. സോഷ്യൽ ആക്ഷൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് കൂടി വെബറിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഒരു സോഷ്യൽ ആക്ടർ, അതായത് ഇങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റിയിൽ, ഒരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ ആക്ടർ എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളത്, ആ ഒരു പർട്ടിക്കുലർ സോഷ്യൽ ആക്ടറുടെ ഡിസിഷൻസിൽ ആ ഒരു പർട്ടിക്കുലർ സോഷ്യൽ ആക്ടർ എടുക്കുന്ന വേരിയസ് ഡിസിഷനിൽ ആ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയുടെ ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ആ ഒരു സിസ്റ്റത്തിലെ റൂൾസിനും റെഗുലേഷൻസിനും എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹി പോയിന്റഡ് ഔട്ട് ദാറ്റ് ദീസ് ഡിസിഷൻസ് വെയർ ദംസെൽവ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ സൊസൈറ്റി. മനസ്സിലായല്ലോ? ആ ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും എങ്ങനെയാണ് ആ ഒരു സോഷ്യൽ ആക്ടർ എടുക്കുന്ന ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അത് ആ ഒരു സൊസൈറ്റിയുടെ എക്കണോമിക് ഡെവലപ്മെന്റിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മാക്സ് വെബർ പഠിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഫോർമൽ റാഷണാലിറ്റി എന്നുള്ളത്. ഓക്കെ, ആ ഒരു സൊസൈറ്റിയിലുള്ള അതോറിറ്റി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിന്, അതായത് നമുക്കറിയാം പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് എന്ത്, അതോറിറ്റി എന്ന് പറയുന്നത്. ആ ഒരു അതോറിറ്റി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ അദ്ദേഹം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ബ്യൂറോക്രസി, റാഷണലൈസേഷൻ, ഇതിൻ്റെയൊക്കെ ആ ഒരു പാർട്ടായിട്ട് അദ്ദേഹം ബ്യൂറോക്രാറ്റൈസേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ്, അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള റാഷണൽ ആയിട്ടുള്ള ലീഗൽ റൂൾസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ അതോറിറ്റി, ഒരു സെൻട്രൽ പൊളിറ്റിക്കൽ അതോറിറ്റി നിലനിൽക്കുന്ന ഒരു സൊസൈറ്റി, നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു പാർലമെന്ററി സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ ഉള്ള ആ ഒരു ഓഫീസ് സിസ്റ്റം ഒക്കെ നമുക്കറിയാലോ. ആ ഒരു ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ തട്ടുകളായിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ അവിടെ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടായിരിക്കും. അതായത് ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള റൂൾസ് ഉണ്ടായിരിക്കും ആ ഒരു ബ്യൂറോക്രസി അല്ലെങ്കിൽ ആ ഒരു ഭരണ സംവിധാനത്തിൽ. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ, നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഒരു ഗവൺമെന്റ് ഓഫീസ് എടുക്കുക, അതായത് ആ ഒരു ഗവൺമെന്റ് ഓഫീസിൽ ഓരോ തസ്തികകൾ ഉണ്ടായിരിക്കും. അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ തട്ടുകളായിട്ടായിരിക്കും അവിടെ ഉണ്ടായിരിക്കും. ഏറ്റവും ഉയർന്ന പൊസിഷനിൽ കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും. ഏറ്റവും അങ്ങനെ താഴെ വന്നിട്ട് ഏറ്റവും താഴെ ആരായിരിക്കും, ആ ഒരു ഗവൺമെന്റ് ഓഫീസിലെ പ്യൂണ്,
അതേപോലെ തന്നെ സീപ്പർ, ഇവരൊക്കെ ഏറ്റവും താഴത്തെ തട്ടിലായിരിക്കും. അങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഓരോ റോൾസും അതേപോലെ തന്നെ ഓരോ പർട്ടിക്കുലർ ഡ്യൂട്ടീസും ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഭരണ സംവിധാനത്തെയാണ് ബ്യൂറോക്രറ്റൈസേഷൻ എന്ന് നമ്മുടെ വെബർ വിളിച്ചത്. ഓക്കെ, വെബർ പോയിന്റഡ് ഔട്ട് ദർ ആർ 3 ടൈപ്സ് ഓഫ് അതോറിറ്റി ഇൻ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. ഇങ്ങനെയുള്ള സൊസൈറ്റികളിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് അതോറിറ്റീസ് ആണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. ട്രഡീഷണൽ അതോറിറ്റി, കരിസ്മാറ്റിക് അതോറിറ്റി, റാഷണൽ ലീഗൽ സിസ്റ്റംസ് ഓഫ് അതോറിറ്റി. ഇതിൽ റാഷണൽ ലീഗൽ സിസ്റ്റംസ് ഓഫ് അതോറിറ്റീസിനെ കുറിച്ചിട്ട് പഠിക്കാനാണ് അദ്ദേഹം കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നൽകിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫോർമൽ റാഷണാലിറ്റി, ബ്യൂറോക്രറ്റൈസേഷൻ, റാഷണലൈസേഷൻ എന്നൊക്കെയുള്ള ആ ഒരു സോഷ്യൽ ആക്ഷൻ, ഈ ഒരു കൺസെപ്റ്റുകളൊക്കെ റാഷണൽ ലീഗൽ സിസ്റ്റം ഓഫ് അതോറിറ്റി നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് ഉണ്ടായിരിക്കുക. അതായത് നമ്മുടെ മോഡേൺ സൊസൈറ്റിയിലാണ് ഈ ഒരു റാഷണൽ ലീഗൽ സിസ്റ്റം ഓഫ് അതോറിറ്റി നമുക്ക് കാണാൻ പറ്റുക. ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ അധികവും ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ്, അതായത് പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന ആ ഒരു അതോറിറ്റി ഇല്ലേ, അതായത് ബൈ ബർത്ത് കൈമാറി വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് അതോറിറ്റി, അതാണ് ട്രഡീഷണൽ അതോറിറ്റി. അത് നമുക്ക് അധികവും കാണാൻ പറ്റുക ട്രഡീഷണൽ ടൈപ്പ് ഓഫ് സൊസൈറ്റിയിലായിരിക്കും. ഇനി കരിസ്മാറ്റിക് അതോറിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതായത് ഗാന്ധിജിയെ പോലെയുള്ള അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ പേഴ്സണാലിറ്റീസ് ഉള്ള ആളുകൾക്ക് ഒരു പ്രത്യേക അതോറിറ്റി ഫിഗർ ഉണ്ടായിരിക്കും അല്ലെ, അവർക്ക് അങ്ങനെയുള്ള ഒരു അതോറിറ്റി ഫിഗർ ഉണ്ടായിരിക്കും. അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി ഫീച്ചർ കാരണമായിട്ടുണ്ടാകുന്ന ആ ഒരു റെസ്പെക്റ്റും ആ ഒരു സൊസൈറ്റിയിലുള്ള ആ ഒരു സ്റ്റാറ്റസ് ഒക്കെ കാരണം അവർക്ക് ഉണ്ടാകുന്ന ഒരു അതോറിറ്റി ഫിഗർ ഉണ്ടായിരിക്കും. അതിനെയാണ് കരിസ്മാറ്റിക് അതോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റാഷണൽ ലീഗൽ സിസ്റ്റംസ് ഓഫ് അതോറിറ്റി എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം, ഈ ഒരു ടൈപ്പ് ഓഫ് അതോറിറ്റിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം കൂടുതലായിട്ട് പഠിച്ചതും ഫോക്കസ് ചെയ്തതും. ഓക്കെ, ഇങ്ങനെയുള്ള അതോറിറ്റി നമുക്ക് കാണാൻ പറ്റുക മോഡേൺ സൊസൈറ്റികളിൽ. ഇങ്ങനെയുള്ള അതോറിറ്റി ആയിരിക്കും ഒരു പാർലമെന്ററി സിസ്റ്റം, അതേപോലെ നേരത്തെ പറഞ്ഞ ഒരു ഗവൺമെന്റ് ഓഫീസിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സിസ്റ്റം ഓഫ് അതോറിറ്റിയാണ് റാഷണൽ ലീഗൽ സിസ്റ്റംസ് ഓഫ് അതോറിറ്റി. അതായത് ഓരോ പെർട്ടിക്കുലർ ഗ്രൂപ്പിനും ഓരോ പെർട്ടിക്കുലർ റോൾ ഉണ്ടായിരിക്കും, അവർക്ക് അവരുടേതായിട്ടുള്ള വേജസ് ഉണ്ടായിരിക്കും, ഓരോ ഗ്രൂപ്പിനും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റുകളെയാണ്. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഒരു ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റിനെ മാത്രമാണ്, ഹെർബർട്ട് സ്പെൻസർ. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റുകളുടെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. അവർ പ്രധാനമായിട്ടും ഫീൽഡ് ബേസ്ഡ് ഡാറ്റ കളക്ട് ചെയ്യുന്ന സോഷ്യോളജിസ്റ്റുകളായിരുന്നു. അതായത് ഫീൽഡ് ബേസ്ഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ അതായത് ഫീൽഡ് സ്റ്റഡികൾ നടത്തിയിട്ട് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രസന്റേഷൻ, ആ ഒരു ഡാറ്റയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രസന്റേഷൻ നടത്തുക എന്നുള്ളതായിരുന്നു അവർ മെയിനായിട്ട് ചെയ്തിരുന്നത്. മാത്രമല്ല അവര് വളരെ ഗവൺമെന്റുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് തിയറിക്ക് അത്ര തന്നെ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അവര് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റക്കാണ് ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത്. തിയറിക്ക് അത്ര തന്നെ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നില്ല. മീൻസ് തിയറിന്റെ ഒരു ആവശ്യകത എന്താണെന്നുള്ളത് അവര് അറിയാനിട്ടല്ല, അവര് ജസ്റ്റ് അതിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരായിരുന്നു. എന്നിരുന്നാലും ചില ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റുകൾ തിയറിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതേസമയം തന്നെ. ഓക്കെ, പിന്നെ മാത്രമല്ല ഈ ഒരു ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റുകൾ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ എക്കണോമിക് പ്രോബ്ലംസിനെ പലപ്പോഴും അഡ്രസ്സ് ചെയ്തിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അവർ പലപ്പോഴും ഇതിനെ ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഫോർ എക്സാമ്പിൾ പോവർട്ടി ആയിക്കോട്ടെ, ആൽക്കഹോളിസം ആയിക്കോട്ടെ, നമുക്കറിയാം ഇതൊക്കെ സോഷ്യൽ പ്രോബ്ലംസ് ആണ് അല്ലെ. പക്ഷെ ഈ ഒരു ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റുകൾ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആയിട്ടാണ് അവര് അഡ്രസ് ചെയ്തതും അങ്ങനെയാണ് അവർ അതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിച്ചതും. അല്ലാതെ ഒരിക്കലും ഒരു സോഷ്യൽ പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു എൻ്റയർ സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ളത് അവരൊരിക്കലും ആ ഒരു രീതിയിൽ അവരതിനെ സമീപിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ റിഫോമിങ് ഇൻഡിവിജ്വൽസ് എന്നുള്ള ഒരു സ്റ്റാൻഡാണ് മുന്നോട്ട് വെച്ചത്. അതായത് ഇതൊക്കെ വ്യക്തികളുടെ
പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ വ്യക്തികളെയാണ് നമ്മൾ റിഫോം ചെയ്യേണ്ടത്, അവരെ നമ്മൾ മാറ്റിയാൽ മതി. അങ്ങനെ നമുക്ക് സൊസൈറ്റിയുടെ ലാർജർ ഗോൾസ് ഫുൾഫിൽ ചെയ്യാൻ കഴിയും എന്നായിരുന്നു അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്നിരുന്നാലും അവരവർ ജീവിക്കുന്ന സൊസൈറ്റിയോട് ഹൈലി റെസ്പെക്റ്റ് ഉള്ളവരായിരുന്നു ഈ ഒരു ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവര് നൽകിയ അവര് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന മറ്റൊരു ഏരിയ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രക്ചർ ആയിരുന്നു. അതായത് ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റുകളുടെ തിയറീസിനെ നമുക്കൊരു സോഷ്യൽ എവല്യൂഷൻ തിയറീസ് എന്ന് പറയാൻ പറ്റും. അവർ അങ്ങനെയുള്ള തിയറികളും സ്റ്റഡീസിനുമാണ് ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത്. അവർ തിയറിക്ക് അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും ചില സോഷ്യോളജിസ്റ്റുകൾ തിയറിയുടെ പ്രാധാന്യം മനസ്സിലാക്കി സോഷ്യൽ എവല്യൂഷൻ എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് തിയറീസിനാണ് അവർ ഇമ്പോർട്ടൻസ് നൽകിയത്. അതിൽ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് അവര് കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ, അതിൽ പെട്ട ആളാണ് നമ്മുടെ ഹെർബർട്ട് സ്പെൻസറെ പോലെയുള്ള ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റുകൾ സോഷ്യൽ എവല്യൂഷനിസ്റ്റുകളായിരുന്നു. അവര് സോഷ്യൽ സ്ട്രക്ചറിനെ ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ അഡ്രസ് ചെയ്തിരുന്ന സോഷ്യോളജിസ്റ്റുകളായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇതന്നെയാണ് ഒരു ലാസ്റ്റത്തെ പോയിന്റിന്റെ മുകളിലത്തെ പോയിന്റ് നോക്കുക. ദി സോഷ്യോളജിസ്റ്റ് saw the flaws in the social system and still interested in solving problems by laying the blame on individual behavior and attitudes. നമ്മൾ പറഞ്ഞു സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ, അതായത് പോവർട്ടി ആയിക്കോട്ടെ, ആൽക്കഹോളിസം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെയൊക്കെ അവർ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ആയിട്ട് അവർ പറഞ്ഞത് ഇൻഡിവിജ്വൽ ബിഹേവിയറിലും ആറ്റിറ്റ്യൂഡിലും മാറ്റം വരണം. ആ ഒരു ഇൻഡിവിജ്വൽ ആറ്റിറ്റ്യൂഡും അതേപോലെ തന്നെ ബിഹേവിയർ ആണ് ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലൊരു റിഫോം കൊണ്ടുവന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയത്. അല്ലാതെ ഇത് എൻ്റെ ഒരു സോഷ്യൽ സിസ്റ്റത്തിന്റെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പ്രോബ്ലംസ് ആണ് എന്നുള്ള രീതിയിൽ അവര് അതിനെ ഒരിക്കലും അഡ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സൊല്യൂഷൻസ്, അങ്ങനെയുള്ള ഒരു വൈഡ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ അവര് ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് കുറച്ചും കൂടി ഒരു ലിബറൽ ആയിട്ടുള്ള ചിന്താഗതിയുള്ള ആളായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റുകളൊക്കെ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? കുറച്ചും കൂടി ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണല്ലേ അവർക്കുള്ളത്. എന്നാൽ നമ്മുടെ ഹെർബർട്ട് സ്പെൻസർ കുറച്ചും കൂടി ലിബറൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെയുള്ള അതായത് വ്യക്തികളെയാണ് നമ്മൾ റിഫോം ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള സോഷ്യൽ ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ റിഫോർമേഷൻ ആണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിലും ആറ്റിറ്റ്യൂഡിലുമാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ചിന്താഗതിക്കാരനായിരുന്നില്ല. ഓക്കെ, അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആയിരുന്നു ലേസേ ഫെയർ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, എക്കണോമിക്സ് പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലേസേ ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞത് സ്റ്റേറ്റ്, അതായത് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ സ്റ്റേറ്റ് ഒരിക്കലും ആ ഒരു സൊസൈറ്റിയിലെ മാർക്കറ്റിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാർക്കറ്റ് കാര്യങ്ങളിൽ നേരിട്ട് ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് സ്റ്റേറ്റ് എപ്പോഴും ഈ ഒരു മാർക്കറ്റ് അങ്ങനെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള വ്യവഹാരങ്ങൾ ഉണ്ടാവില്ലേ, അതിലൊരു നേരിട്ടായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ അല്ലെങ്കിൽ അതിലൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ലേസേ ഫെയർ എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു ഫ്രഞ്ച് ടേമിന്റെ ഒരു മീനിങ് വരുന്നത് ലെറ്റ് ദം ഡു അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എന്നൊക്കെയാണ്. അതിന്റെ അർത്ഥം കുറച്ച് എല്ലാ കാര്യങ്ങളിലും സ്റ്റേറ്റ് ഇടപെടേണ്ട ആവശ്യമില്ല. അതായത് കുറച്ച് മാർക്കറ്റ്, അതായത് ആളുകൾ തമ്മിലുള്ള എക്കണോമിക്കലായിട്ടുള്ള ഇന്ററാക്ഷൻസിൽ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റ് ഇടപെടേണ്ട ആവശ്യമില്ല, ഗവൺമെന്റിന്റെ എക്സ്റ്റേണൽ ഇന്റർവെൻഷന്റെ ആവശ്യമില്ല. അത് കുറച്ചൊക്കെ അവർക്ക് അതിനുള്ള ഒരു ഫ്രീഡം കൊടുക്കണം എന്നുള്ള, അതായത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് കുറക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള മാർക്കറ്റ് വ്യവഹാരങ്ങളിലൊക്കെ താരിഫ് ഒഴിവാക്കുക, അതേപോലെ തന്നെ ഒരുപാട് റെഗുലേഷൻസ്, റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റി കൊടുത്തിട്ട് കുറച്ചൊരു അതിനൊരു ലിബറൽ ആക്കിയിട്ട് വിടുക എന്നുള്ള ഒരു
അഭിപ്രായക്കാരനായിരുന്നു ഹെർബർട്ട് സ്പെൻസർ. അദ്ദേഹം ഹി വാണ്ടഡ് സോഷ്യൽ ഡൈനാമിക്സ് ടു ബി വിത്തൗട്ട് എക്സ്റ്റേണൽ ഇന്റർവെൻഷൻസ്. അതായത് ഒരിക്കലും ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ റിഫോം അല്ല വേണ്ടത്. എന്താണ് സൊസൈറ്റിക്ക് കുറച്ചും കൂടി ആവശ്യമായിട്ടുള്ളത് സോഷ്യൽ ഡൈനാമിക്സ് ആണ് വേണ്ടത്. അതായത് എക്സ്റ്റേണൽ ഇന്റർവെൻഷൻസ് ഇല്ലാത്ത ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം. അതാണ് ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ വേണ്ടത്. എല്ലാത്തിനും കൺട്രോൾ വെച്ചുള്ള, എല്ലാത്തിനും ഇന്റർവെൻഷൻ നടത്തിക്കൊണ്ടുള്ള, റെസ്ട്രിക്ഷൻസ് ഇല്ല, അങ്ങനെയുള്ള ഒരു സൊസൈറ്റി അല്ല. കുറച്ചും കൂടി ഒരു ലിബറൽ ആയിട്ട് ആളുകൾ തമ്മിലുള്ള എക്കണോമിക് ഇന്ററാക്ഷൻസും പൊളിറ്റിക്കൽ ഇന്ററാക്ഷൻസും ഒക്കെ നടക്കുന്ന ഒരു രീതിയിലുള്ള സൊസൈറ്റിയാണ് വരേണ്ടത്. അങ്ങനെയുള്ള സോഷ്യൽ ഡൈനാമിക്സിനാണ് നമ്മുടെ ഹെർബർട്ട് സ്പെൻസർ ഇമ്പോർട്ടൻസ് നൽകിയത്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഹെർബർട്ട് സ്പെൻസർ എന്താ പറയുന്നത് നോക്കാം. അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് എവല്യൂഷനിസം. നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരു സോഷ്യൽ എവല്യൂഷനിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതായത് എവല്യൂഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ എവല്യൂഷൻ തിയറീസിന്റെ പ്രത്യേകത എന്താ, അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് സൊസൈറ്റിയിൽ ചേഞ്ച് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു അഭിപ്രായക്കാരാണ് അവര്. നമ്മൾ കോംറ്റയുടെ 3 ലോസ് നോക്കില്ലേ, 3 സ്റ്റേജസ് നോക്കി അതില്. ഓക്കെ, തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് പോസിറ്റിവിസ്റ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് 3 സ്റ്റേജുകൾ നമ്മൾ നോക്കിയില്ലേ. ഒരു സൊസൈറ്റി ഇങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ള. ഓക്കെ, അതാണ് സോഷ്യൽ എവല്യൂഷനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പെൻസറിനെ സോഷ്യൽ ഡാർവിനിസ്റ്റ് എന്നാണ് സ്പെൻസറിനെ വിളിക്കുന്നത്. ഡാർവിൻ ആരാന്ന് അറിയാലോ, അറിയില്ലേ? നമ്മള് പരിണാമ സിദ്ധാന്തത്തിന്റെ ഡാർവിൻ, ആ ഡാർവിനാണ് ഇനി ഡാർവിൻ. അപ്പോൾ ആ ഒരു ഡാർവിൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു നാച്ചുറൽ സയൻസിലെ തിയറീസും അതേപോലെ തന്നെ സ്റ്റഡി നടത്തിയ ആളാണ്. പക്ഷെ ഹെർബർട്ട് സ്പെൻസർ ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹം സോഷ്യോളജിയിലാണ് അല്ലെങ്കിൽ സൊസൈറ്റിയിലാണ് സ്റ്റഡി നടത്തിയത്, അതായത് സോഷ്യൽ സയൻസിൽ. അതുകൊണ്ടാണ് നമ്മള് സ്പെൻസറെ സോഷ്യൽ ഡാർവിനിസ്റ്റ് എന്ന് പറയുന്നത്. ഡാർവിന്റെ ഒരുപാട് ഐഡിയാസും കൺസെപ്റ്റ്സുകളും സ്പെൻസറിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻഫ്ലുവൻസിന്റെ ബേസിലാണ് അദ്ദേഹം ഈ ഒരു എവല്യൂഷനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി എടുത്തിട്ടുള്ളത്. ഓക്കെ, സ്പെൻസർ കമ്പയറിംഗ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഞാൻ പറഞ്ഞു ഡാർവിൻ എന്തിനാണ് ആ ഒരു പരിണാമ സിദ്ധാന്തത്തിൽ പഠിച്ചത് എങ്ങനെയാണ്, അതായത് മെയിൻ ആയിട്ട് നാച്ചുറൽ സയൻസിനെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. അതായത് പ്ലാന്റ്സും അനിമൽസും ഒക്കെ എങ്ങനെയാണ് ആ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ പരിണാമം സംഭവിച്ചു വന്നത് എന്നുള്ളതായിരുന്നു നമ്മുടെ ഡാർവിൻ പഠിച്ചത്. പക്ഷെ സ്പെൻസർ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, അതായത് സ്പെൻസർ ഡാർവിൻ പഠിച്ചിട്ടുള്ള ആ ഒരു പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും ഒക്കെ പരിണാമത്തിനുമായിട്ട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആ പരിണാമത്തെ അദ്ദേഹം കമ്പയർ ചെയ്തിട്ടാണ് പഠിച്ചത്. He felt that social institutions would progressively adapt to their environment by themselves without any definite impetus. അതായത് അദ്ദേഹം പറഞ്ഞത് എന്താണ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുന്ന സൊസൈറ്റിയുടെ ആ ഒരു എൻവിയോൺമെന്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇൻഡിവിജ്വൽസ് അങ്ങനെയാണല്ലോ, അവര് ഡാർവിൻ പറഞ്ഞത് അങ്ങനെയാണല്ലോ, അവര് ഏതൊരു ഓർഗാനിസംസ് അല്ലെങ്കിൽ ഏതൊരു പ്ലാന്റ്സും അനിമൽസും ആണോ ആ ഒരു പ്രകൃതിയുമായിട്ട് അല്ലെ പ്രകൃതിയുടെ ആ ഒരു സെറ്റിങ്ങുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത്, അത് മാത്രം നിലനിൽക്കും. അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് താനെ നശിച്ചു പോവും എന്നുള്ളതായിരുന്നു ഡാർവിന്റെ തിയറി. ആ ഒരു തിയറി തന്നെയാണ് ഇവിടെ, ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ സ്പെൻസറും പറയുന്നത്. എന്താണ്, പക്ഷെ അദ്ദേഹം പറയുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യമാണ്. അതായത് സൊസൈറ്റിയിലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമുക്കറിയാം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, മാരേജ് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, വേറെയും ഒരുപാട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, അത് ആ ഒരു സൊസൈറ്റിയുടെ എൻവിയോൺമെന്റുമായിട്ട് അഡാപ്റ്റ് ആവണം. എന്നാൽ മാത്രമേ ആ ഒരു സൊസൈറ്റിയിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അത് താനെ നശിച്ചു പോകുന്നുള്ളതാണ്. സ്പെൻസർ took Darwin's premise of survival of the fittest. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്താണെന്ന് അറിയില്ല, ഇതന്നെ. അതായത്
നമ്മൾ ആ ഒരു സോഷ്യൽ സെറ്റിങ്ങുമായിട്ട് അല്ലെ ആ ഒരു സോഷ്യൽ ആൻഡ് നാച്ചുറൽ എൻവിയോൺമെന്റുമായിട്ട് അഡാപ്റ്റ് ചെയ്തു പോകുന്ന ജനങ്ങൾ, പീപ്പിള് അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന് നിലനിൽക്കാൻ കഴിയും. അല്ലാത്തവ എന്താണ് താനെ നശിച്ചു പോകുന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും അതേപോലെ തന്നെ വ്യക്തികളുടെയും കാര്യത്തിലാണ് ആര് പറഞ്ഞത്? സ്പെൻസർ പറഞ്ഞത്. ഓക്കെ, സ്പെൻസർ സൊസൈറ്റി ഒരു ഓർഗാനിസം ആയിട്ടാണ് അദ്ദേഹം കണ്ടത്. ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഒരു ജീവനുള്ള ഒരു ജീവിയായിട്ടാണ് അദ്ദേഹം സൊസൈറ്റീനെ കണ്ടത്. അതായത് സൊസൈറ്റിയുടെ ഡിഫറെന്റ് പാർട്സിനെ അദ്ദേഹം ഡിഫറെന്റ് ഓർഗൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഇപ്പൊ ഒരു മനുഷ്യന്റെ ബോഡിയിലുള്ള, അതായത് ഓർഗാനിസം ഒരു മനുഷ്യനായിട്ട് എടുക്കാം, ഒരു ജീവനുള്ള ഒരു സാധനം, അതിന്റെ ആ ഒരു ജന്തുവിന്റെ ശരീരത്തിലുള്ള ഓർഗൻസ്, അതുപോലെയാണ് അദ്ദേഹം സൊസൈറ്റിയുടെ ഡിഫറെന്റ് പാർട്സിനെ കണ്ടത്. അതായത് വേരിയസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൊസൈറ്റിയുടെ ഡിഫറെന്റ് പാർട്സ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു ഡിഫറെന്റ് പാർട്സ് എന്താണ്, ഈ ഡിഫറെന്റ് പാർട്സുകൾ തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഓരോ പാർട്സിനും അതിൻ്റെതായിട്ടുള്ള റോളും ഫങ്ഷനും സൊസൈറ്റിയിൽ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യ ശരീരത്തിലെ ഓർഗൻസിനെ പോലെ തന്നെ ഓരോ ഓർഗൻസിനും നമുക്കറിയാം, നമ്മുടെ ഹാർട്ടിനാണെന്നുണ്ടെങ്കിലും കിഡ്നിക്കാണെന്നുണ്ടെങ്കിലും ലങ്സിനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഓരോ റോളും ഫങ്ഷനും ഒക്കെ ഉണ്ട് നമ്മുടെ ബോഡിയിൽ അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ ഒരു സൊസൈറ്റിയുടെ ഡിഫറെന്റ് ഓർഗൻസ് ആണ്. ആ ഒരു ഓർഗൻസിന് ആ ഒരു സൊസൈറ്റിയിൽ അതിൻ്റെതായിട്ടുള്ള റോളും ഫങ്ഷൻസും പെർഫോം ചെയ്യാനുണ്ട്. ഓക്കെ, ഈ ഒരു ഓവറോൾ വർക്കിംഗ് ആണ് എന്ത്, നമുക്കറിയാം നമ്മുടെ ബോഡിയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ഒരു ഓർഗൻസ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ആ ഒരു ബോഡി നിലനിൽക്കുന്നതും ആ ഒരു ബോഡി ഫങ്ഷൻ ചെയ്യുന്നതും ആ ഒരു ഓവറാൾ വർക്കിംഗ് ആണല്ലേ നമുക്ക് കാണാൻ പറ്റുക. അല്ലാതെ ഹൃദയം സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഓരോ പാർട്സും സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. എങ്ങനെയാണ് ആ ഒരു ഓർഗാനിസം മൊത്തത്തിൽ ആ ഒരു ഓർഗാനിസം എന്താണ് സർവൈവ് ചെയ്യുന്നു, ആ ഒരു ഓർഗാനിസം തിന്നുന്നു, കുടിക്കുന്നു, അതായത് ജീവിക്കുന്നു, അങ്ങനെയുള്ള ഒരു രീതിയാണ് നമുക്ക് നോക്കി കാണാൻ പറ്റുക. അങ്ങനെ തന്നെയാണ് ആ ഒരു സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു ഓവറോൾ വർക്കിംഗ്, അതായത് ഈ എല്ലാ ഓർഗൻസും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻ നിർവഹിക്കുമ്പോഴാണ് ആ ഒരു സൊസൈറ്റി ഓവറോൾ ഒരു നല്ല വർക്കിംഗ് ആയിട്ടുള്ള മൂവിങ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, മനസ്സിലായല്ലോ ആ ഒരു എങ്ങനെയാണ് പ്ലാന്റ്സിനെയും അനിമൽസിനെയും അല്ലെങ്കിൽ ഓർഗാനിസംസിനെ എങ്ങനെയാണ് അദ്ദേഹം ഹെർബർട്ട് സ്പെൻസർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കമ്പയർ ചെയ്തത് എന്ന് മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ഡാർവിൻ്റെ ആ ഒരു തിയറി എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ അദ്ദേഹം അപ്ലൈ ചെയ്തത് എന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ്. ഓക്കെ, അതായത് സൊസൈറ്റി അദ്ദേഹം ഒരു ഓർഗാനിസം ആയിട്ടാണ് കണ്ടത്. ഒരു ഓർഗാനിസത്തിന്റെ ഡിഫറെന്റ് ഓർഗൻസിനെ അദ്ദേഹം എന്താണ് സൊസൈറ്റിയിലെ ഡിഫറെന്റ് പാർട്സ് ആയിട്ട് കണ്ടു. അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സൊസൈറ്റിയുടെ ഓർഗൻസ് ആണ്. ഈ ഒരു ഓർഗൻസ് ഇന്റർ കണക്റ്റഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റോൾസും ഡ്യൂട്ടീസും ചെയ്യുന്ന സമയത്ത് ഒരു ഓവറോൾ വർക്കിംഗ് ഓഫ് സൊസൈറ്റി സാധ്യമാവുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ, പിന്നെ നമുക്ക് സ്പെൻസറിന്റെ ആ ഒരു സൊസൈറ്റി, അദ്ദേഹം സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരു സോഷ്യൽ എവല്യൂഷനിസ്റ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഒരു സൊസൈറ്റി എങ്ങനെയാണ് ആ ഒരു സൊസൈറ്റി ഇങ്ങനെ ഇവോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. The evolutionary focus of Spencer is at least twofold: size and complexity. അതായത് ഒരു സൊസൈറ്റിയുടെ സൈസും കോംപ്ലക്സിറ്റിയും മാറുന്നതിനനുസരിച്ച് ആ ഒരു സൊസൈറ്റിയുടെ നാച്ചർ മാറും. അതായത് നമുക്കറിയാം അതായത് വില്ലേജ് ഒക്കെ വരുമ്പോൾ എന്താണ് ഒരു സ്മോൾ സൈസാണ്. അതേപോലെ തന്നെ കോംപ്ലക്സിറ്റിയും, അതായത് കമ്പാരിറ്റീവ്ലി കോംപ്ലക്സിറ്റി കുറഞ്ഞിട്ട് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള സൊസൈറ്റിയാണ് വില്ലേജ്. എന്നാൽ നമ്മൾ ടൗണിലേക്കും അതേപോലെ തന്നെ മെട്രോപൊളിറ്റൻ സിറ്റീസിലേക്കും ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ സൈസും അതേപോലെ തന്നെ കോംപ്ലക്സിറ്റിയും കൂടുന്നുണ്ട് അല്ലേ.
അതായത് ആളുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ആയിക്കോട്ടെ, അവിടുത്തെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു കോംപ്ലക്സിറ്റിയും അതേപോലെ തന്നെ ഒരു സൊസൈറ്റിയുടെ എൻ്റെ സൈസ് നോക്കി കഴിഞ്ഞാൽ അതും, അതായത് പോപ്പുലേഷനും ഒക്കെ മെട്രോപൊളിറ്റൻ സിറ്റിയിലും ടൗൺസിലും ഒക്കെ കൂടുതലാണ്. അപ്പോൾ വില്ലേജിൽ നിന്ന് ടൗണിലെത്തുമ്പോൾ എത്രത്തോളം ആ ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ടൗണിൽ നിന്ന് മെട്രോപൊളിറ്റനിലേക്ക് എത്തുമ്പോഴും അല്ലെ, ആ ഒരു കോംപ്ലക്സും സൈസും ഒക്കെ കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അതായത് ആദ്യം സിമ്പിൾ ആയിട്ടുള്ള സൊസൈറ്റീസ്, പിന്നെ അതിൽ കുറെ ചേഞ്ച് വന്നിട്ട് ചേഞ്ച് വരുമ്പോൾ അതിൽ ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബറും കാര്യങ്ങളും നമുക്കറിയാം. ഈ ഒരു മോഡേൺ ടൗൺസിന്റെയും മെട്രോപൊളിറ്റൻ സിറ്റീസിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? വില്ലേജിനെ അപേക്ഷിച്ച് ആളുകളുടെ ലൈഫ് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പുകളും ഒക്കെ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. അവിടെ ഡിവിഷൻ ഓഫ് ലേബറും കാര്യങ്ങളും ഇന്റർ ഡിപ്പെൻഡൻസും ഒക്കെ ഈ ഒരു സിറ്റീസിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ സ്പെൻസർ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സൊസൈറ്റീസിന്റെ ആ ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ആ ഒരു സിമ്പിൾ കമ്മ്യൂണിറ്റിയിൽ നിന്നും സൊസൈറ്റി കുറച്ചും കൂടി കോംപ്ലക്സ് കൂടുമ്പോൾ എന്തായിരിക്കും, അതൊരു കോംപ്ലക്സ് ഓർ കമ്പൗണ്ട് സൊസൈറ്റി ആയിട്ട് മാറും. ആ ഒരു സൈസിലുള്ള ഡിഫറൻസ്, അതായത് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ കമ്മ്യൂണിറ്റീന്റെ സൈസ് ഇൻക്രീസ് ചെയ്തിട്ടാണ് ഒരു കോംപ്ലക്സ് ഓർ കോമ്പൗണ്ട് സൊസൈറ്റി ആയിട്ട് മാറുന്നത്. ഓക്കെ, എ സൊസൈറ്റി ഈസ് സ്ട്രോങ്ലി ബോണ്ടഡ് ആൻഡ് ഹാർമോണിയസ്, ഇറ്റ് വിൽ സർവൈവ്. ഒരു സൊസൈറ്റിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിലുള്ള എല്ലാ ഓർഗൻസും, അതായത് ഓർഗൻസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് പാർട്സ് ഓഫ് സൊസൈറ്റി, ഡിഫറെന്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷൻസും കാര്യങ്ങളും ഒരു സ്ട്രോങ്ലി ബോണ്ടഡും അതേപോലെ തന്നെ ഹാർമോണിയസും, അതായത് പരസ്പരം സഹകരിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു സൊസൈറ്റിയുടെ സർവൈവൽ സാധ്യമാവുന്നത്. ബട്ട് ഇഫ് ദർ ഈസ് വീക്ക് ബോണ്ടിങ് ആൻഡ് ഇന്റേണൽ സോഷ്യൽ ഫിഷേഴ്സ്, ഇറ്റ് വുഡ് അക്കോർഡിംഗ് ടു സ്പെൻസർ ഡൈ ഔട്ട്. അതായത് വീക്ക്, അതായത് ഡിഫറെന്റ് പാർട്സുകൾ തമ്മിൽ വീക്ക് ആയിട്ടുള്ള ബോണ്ടിങ്ങും അതേപോലെ തന്നെ ഇന്റേണൽ സോഷ്യൽ പ്രോബ്ലംസും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അങ്ങനെയുള്ള ഒരു സൊസൈറ്റി എന്താണ് സർവൈവ് ചെയ്യില്ല അല്ലെ, അത് പതിയെ അങ്ങനെ നശിച്ചു പോകുന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ആ ഒരു സിമ്പിൾ കമ്പൗണ്ട്, ആ ഒരു സിമ്പിൾ കോംപ്ലക്സ് സൊസൈറ്റീസ് ഇല്ലേ, അതെങ്ങനെയാണ് ഒരു സ്പെൻസർ അതിനെ ക്ലാസിഫൈ ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ വിളിച്ചത് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം സിമ്പിൾ സൊസൈറ്റി കുറച്ചും കൂടി സൈസും കോംപ്ലക്സും ഒക്കെ കൂടുമ്പോൾ അത് കമ്പൗണ്ട് സൊസൈറ്റി ആയിട്ട് മാറും. ആ ഒരു കമ്പൗണ്ട് സൊസൈറ്റി കുറച്ചും കൂടി ഒരു കോംപ്ലക്സിറ്റിയും ഒക്കെ കൂടുന്ന സമയത്ത് അത് ഡബിളി കമ്പൗണ്ട് സൊസൈറ്റി ആവും. പിന്നെ അത് ട്രിപ്ലി കമ്പൗണ്ട് സൊസൈറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന സിവിലൈസ്ഡ് നാഷൻസ് ഒക്കെ ട്രിപ്ലി കമ്പൗണ്ട് സൊസൈറ്റി എന്നുള്ള പേരിലാണ് സ്പെൻസർ വിളിച്ചത്. ഓക്കെ, സിമ്പിൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മെയിൻ ആയിട്ട് ഒരു അഗ്രികൾച്ചറിന്റെ മുമ്പുള്ള ഒരു സൊസൈറ്റി ഇല്ലേ, അതായത് മെയിൻ ആയിട്ട് ഈ ഒരു കാലി വളർത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് അഗ്രികൾച്ചർ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത്രയും എന്താണ് പ്രിമിറ്റീവ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ആളുകൾ അവരവരുടെ കാര്യങ്ങൾ നോക്കി, സൊസൈറ്റി ഒന്നും അത്ര ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിലൊന്നും, അതായത് കമ്മ്യൂണിറ്റി ലൈഫൊന്നും അത്ര തന്നെ ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്ത ഒരു ടൈം. ആ ഒരു സമയത്ത് മെയിൻലി ഹെഡ്ലെസ് സൊസൈറ്റി ആയിരിക്കും സിമ്പിൾ സൊസൈറ്റി. അതായത് ഒരു സെൻട്രൽ അതോറിറ്റിയോ ഒരു ഹെഡോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലെ, അങ്ങനെയുള്ള സൊസൈറ്റിയിൽ സിമ്പിൾ ആയിരിക്കും അത്. ഓക്കെ, അങ്ങനെയുള്ള സൊസൈറ്റിയാണ് സിമ്പിൾ സൊസൈറ്റി. അത് കമ്പൗണ്ട് സൊസൈറ്റിയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ്, അവിടെ അഗ്രികൾച്ചർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അങ്ങനെയുള്ള ഒരു സൊസൈറ്റി. പിന്നെ ഡബ്ലി കമ്പൗണ്ട് സൊസൈറ്റിയിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി ഒരു കോംപ്ലക്സിറ്റിയും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഒരു സിംഗിൾ ഹെഡ്, ഒരു സെൻട്രൽ അതോറിറ്റി ഒക്കെ ഉണ്ടായിരിക്കും ഡബ്ലി കമ്പൗണ്ട് സൊസൈറ്റിയിലേക്ക്. ട്രിപ്ലി കമ്പൗണ്ട് സൊസൈറ്റി ആകുമ്പോൾ എന്താണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റവും എക്കണോമിക് സിസ്റ്റവും ഒക്കെ ആയിട്ട് ഹൈലി മോഡേൺ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സിവിലൈസ്ഡ് നാഷൻസ് ഇല്ലേ, എല്ലാ സെൻട്രൽ അതോറിറ്റിയും ഒക്കെ ഉള്ള പൊളിറ്റിക്കൽ സിസ്റ്റം ഒക്കെ ഉള്ള ബ്യൂറോക്രസി ഒക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു സിസ്റ്റം, അതിനെയാണ് അദ്ദേഹം ട്രിപ്ലി കമ്പൗണ്ട് സൊസൈറ്റി എന്ന് വിളിച്ചത്. ഇതൊക്കെ ഓരോ സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്ന ഓരോ സ്റ്റേജസ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, പിന്നെ വേറെ രണ്ട് ടൈപ്പ് ഓഫ് സൊസൈറ്റീനെ കൂടെ സ്പെൻസർ പറയുന്നുണ്ട്. മിലിറ്റന്റ് സൊസൈറ്റി ആണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. മിലിറ്റന്റ് സൊസൈറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏർലി ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് ഒക്കെ ഉള്ള സൊസൈറ്റി, അതായത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി.
അങ്ങനെയുള്ള സൊസൈറ്റിയുടെ നമുക്കറിയാം പണ്ട് രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ ഒരു സൊസൈറ്റി ഇങ്ങനെയായിരുന്നു, വളരെ സിമ്പിൾ ആയിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ സിസ്റ്റംസോ അല്ലെങ്കിൽ ഫാക്ടറി സിസ്റ്റംസോ ഇന്ന് കാണുന്ന രീതിയിൽ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ എക്കണോമിക് സിസ്റ്റംസോ ബാങ്കോ ബ്യൂറോക്രസിയോ പാർലമെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു ഭരണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിയമങ്ങളൊന്നും ഇല്ലാത്ത ഒരു സൊസൈറ്റി, സിമ്പിൾ ആയിട്ടുള്ള സൊസൈറ്റി. ഏർലി ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് ഒക്കെ ഉള്ള, അതായത് ജസ്റ്റ് ഫാമിലി, മാരേജ്, ഇത്ര എന്താണ് ഇങ്ങനെയുള്ള ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടാവില്ല. അതായത് മറ്റു പുറത്തേക്കൊന്നും അധികം എന്താണ് റിലേഷൻഷിപ്പ് ഇല്ലാത്ത, അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് മെയിനായിട്ട് ഈ ഒരു ഡിഫൻസിനെ മാത്രം പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഡിഫൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു സൊസൈറ്റിയെ പുറത്തു നിന്ന് ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു മെയിൻ ഫംഗ്ഷൻ ആയിരുന്നു അവർ ചെയ്തിരുന്നത്. അതായത് അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിലനിന്നിരുന്ന ഏർലി ഫോംസ് ഓഫ് സിമ്പിൾ ആയിട്ടുള്ള സൊസൈറ്റീസ്, മെയിൻലി ഫോർ ഡിഫെൻസ് ഓഫ് ദ സൊസൈറ്റി. ആ ഒരു സൊസൈറ്റീനെ പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കും. അങ്ങനെയുള്ള ഒരു, അതായത് പണ്ട് കാലത്ത് നമുക്കറിയാം വലിയ വലിയ കോട്ടകളൊക്കെ ഇപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലോ, അതിന്റെ ഒരു സിമ്പിളായിട്ട്. അതായത് ഡിഫെൻസ് ആയിരുന്നു, ശത്രുക്കളിൽ നിന്നും ഇങ്ങനെ രക്ഷ തേടാം എന്നുള്ള ഒരു ഡിഫെൻസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു എന്താണ് അങ്ങനെയുള്ള ഒരു സൊസൈറ്റി. ഓക്കെ, മനസ്സിലായല്ലോ. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ കുറച്ചും കൂടി ഹ്യൂമൻ ഇന്ററാക്ഷൻസ് കോംപ്ലക്സ് ആയി, പോപ്പുലേഷൻ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അവിടെയുള്ള എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും കോംപ്ലക്സ് ആയിരിക്കും. പിന്നെ ഡിവിഷൻ ഓഫ് ലേബറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്, അതേപോലെ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള എന്താണ് പൊളിറ്റിക്കൽ റെഗുലേഷൻസും ലോസും ഒക്കെയുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റി. അതിനെയാണ് അദ്ദേഹം ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നുള്ള രീതിയിൽ വിളിച്ചത്. ഓക്കെ, അവിടെ ഹ്യൂമൻ ഇന്ററാക്ഷൻസും അതേപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ, ഇതിനൊക്കെയാണ് അവിടെ ഈ ആ ഒരു സൊസൈറ്റിയിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെയാണ് അവിടെയുള്ള മെയിൻ ഒരു ഫോക്കസ്. അതേപോലെ തന്നെ സൊസൈറ്റീസ് തമ്മിലും സൊസൈറ്റിയിലുള്ള ഡിഫറെന്റ് ഗ്രൂപ്പ്സ് തമ്മിലൊക്കെ ഹൈലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, അതാണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് അദ്ദേഹം വിളിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മൾ കുറച്ച് തിയറീസ്, അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള ഒരു രൂപം മാത്രമാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താണ് സോഷ്യൽ തിയറി എന്താണെന്നുള്ളതും അതിന്റെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് അതൊക്കെയാണ് നമ്മൾ പറഞ്ഞതിൽ. അതായത് ഓരോ തിയറിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതായത് ആ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ തിയറി രൂപപ്പെട്ടു വന്നിട്ടുള്ള സോഷ്യൽ എൻവയോൺമെന്റിനെ റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും ഓരോ സോഷ്യൽ തിയറിയും. ആ ഒരു തിയറി രൂപപ്പെട്ടു വന്നിട്ടുള്ള ആ ഒരു ടൈമിനെയും ഏജിനെയും ഒക്കെ ആ ഒരു തിയറി ഹൈലി റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള തിയറീസ് ആണ് സോഷ്യൽ തിയറീസ് എന്നുള്ളത് കൊണ്ട് തന്നെ അവ എന്താണ് നിരന്തരം രൂപമാറ്റത്തിന് വിധേയമാണ്. അതായത് മോഡിഫിക്കേഷൻസിന് വിധേയമായിരിക്കും അത്. അതായത് പുതുതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും വരുന്ന സമയത്ത് അതിൽ ഒരുപാട് എക്സിസ്റ്റിംഗ് തിയറികളിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് വരും, പുതിയ തിയറീസ് വരും. എക്സിസ്റ്റിംഗ് തിയറിയിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ട് അത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറികളായിട്ട് മാറും. ഓക്കെ, അതായത് ഓരോ തിയറിയും എന്താണ് ആ ഒരു ഓരോ കാലഘട്ടവുമായിട്ട്, ഏജുമായിട്ടും എറയുമായിട്ടും ഒക്കെ റെസ്പോണ്ട് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓരോ പുതിയ ടൈമിനനുസരിച്ച് ആപ്റ്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ്, തിയറിറ്റിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് വരും. അപ്പോൾ ഈ ഒരു സെയിം തിയറിയിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അത് ഒരു എക്സിസ്റ്റിംഗ് തിയറിയിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് വരുത്തും. അതേപോലെ തന്നെ അത് ഒരുപാട് പുതിയ തിയറീസിന്റെ എമർജൻസിന്, ഡെവലപ്മെന്റ്സിന് കാരണമാവും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.